അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, നമ്മൾക്ക് അദ്ദർസുൽ ആശിറാണെന്ന് പഠിക്കേണ്ടത്. നോക്കിക്കോ, അദ്ദർസുൽ ആശിറു പാഠം എത്ര? 10. ഇതെന്ത് മക്കളെ? കണ്ണ്. കണ്ണിന് അറബിയിൽ പറയുന്ന പേരുണ്ട്. എന്ന് മക്കളെ? അതിക്ക് മധ്യത്ത് പറയണം ഐനുൻ. ഇത് വേണ്ട എന്താണ്? അടുത്ത് നോക്കി, അജിസുൻ. അജിസുൻ ആ പഠിച്ചു, എഴുത പഠിച്ചു, ഈ പാടത്ത് പഠിച്ചു, അയിന് പഠിച്ചു. ജീം എഴുത പഠിച്ചു, ജബൽ പാടത്ത് പഠിച്ചു. സുൻ എഴുത പഠിച്ചു, സറാഫത്ത് പാടിച്ചു. അപ്പൊ ആജിസുൻ കണ്ട ഇന്ന് കണ്ട തുടക്കത്തിൽ അയിന് ഇങ്ങനെ എഴുതേണ്ടത്. ഇനി ആജിലത്തുൻ. ആജിലത്തുൻ എഴുത പഠിച്ചു, ജി പഠിച്ചു, എവിടെ? ജബൽ പാടത്ത്. ലാ എഴുത പഠിച്ചു, ലബിൻ. തുന്നു എഴുത പഠിച്ചു, പുറത്തും പാടത്തിലുണ്ട്, സബ്ബുറത്തും പാടത്തിലുണ്ട്. ഇനി മുഅജ്ജലുൻ. മുഅജ്ജലുൻ മീൻ പഠിച്ചു, എവിടുന്ന്? മർമർ പഠിച്ചു. ആ എഴുത പഠിച്ചു, എഴുത പഠിച്ചു. ജീം എഴുത പഠിച്ചു, അത് പറഞ്ഞു, ജബൽ പാടത്ത്. ലാമ പഠിച്ചു, ലബീന് പഠിച്ചു. ഇനി കണ്ട നിങ്ങൾ മക്കളെ, ഈ അയിന് കണ്ട നിങ്ങൾ നടുവിൽ അയിന് എഴുതുന്ന കണ്ടാണ്. നടുവിൽ അയിന് വന്നാൽ എഴുതേണ്ട എങ്ങനെയാണ്? ഇങ്ങനെ മുഅജ്ജലുൻ. 5 മുഅജ്ജൽ നിങ്ങൾ എഴുതണം. 5 ആജിലത്തിന് എഴുതണം. 5 അജിസിന് എഴുതണം. അടുത്ത് നോക്കിയ മക്കളെ, സാറ. എന്താണ്? സാറ. സാ പഠിച്ചു, ചേർന്ന് സമ്മക്ക് പാടത്ത് പഠിച്ചു. സാ നീട്ടെഴുത പഠിച്ചു നിങ്ങൾ. ബാബിന് പാടത്ത് പഠിച്ചു. റാ റജുന് പാടത്ത് പഠിച്ചു. ആ എഴുത പഠിച്ചു, ഈ പാടത്ത് പഠിച്ചു. സാറ എന്ന് നോക്കിയ മക്കളെ, സമ്മോൻ കണ്ട. സമ്മോൻ കണ്ട. സാറിന് പഠിച്ചു, സമ്മക്കിന് പാടാം. മീർന്ന് പഠിച്ചു, മർമർ പാടാം. അയിനെടുത്ത് പഠിച്ചു, അയിനും പാടത്ത് പഠിച്ചു. സമ്മാൻ. സമ്മാൻ്റെ അയിന് കണ്ട നിങ്ങൾ അവസാനം സമ്മു കണ്ട എങ്ങനെ എഴുതുന്നത്? അവസാനം അയിന് ചേർത്ത് വന്നാൽ എഴുതണം എങ്ങനെയാണ്? അവസാനം അയിന് ചേർക്കാതെ വന്നാൽ എങ്ങനെ എഴുതണം? മനസ്സിലായില്ലേ? മനസ്സിലായില്ല? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.